ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ 6 മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അപകടത്തിൽ മരിച്ച കുട്ടനാട് സ്വദേശി ആയുഷ് ഷാജിയുടെയും മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെയും സംസ്കാരം ഇന്ന് നടക്കും. പരിക്കേറ്റവരുടെ ചികിത്സ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരുകയും ചെയ്യും. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, വാർത്തയുടെ വിശദാംശങ്ങൾ. കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്നാണ്. മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്തുള്ള കുടുംബ വീട്ടിലാണ്. ഒപ്പം തന്നെ ആയുഷ് ഷാജിയുടെ സംസ്കാരം കാവാലത്തുള്ള അച്ഛൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആയുഷ് ഷാജിയുടെ സംസ്കാരം നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ആയുഷ് ഷാജിയുടെ കാവാലത്തെ വീട്ടിലാണ്. ഇൻഡോറിലാണ് ആയുഷിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. വർഷങ്ങളായി ഇവർ ഇൻഡോറിൽ തന്നെയാണ് താമസിക്കുന്നത്. ആയുഷ് ഈ മെഡിക്കൽ പഠനത്തിനായാണ് ആലപ്പുഴയിലെത്തിയത്. ആയുഷിൻ്റെ അച്ഛൻ്റെ വീടാണ് ആലപ്പുഴ കുട്ടനാടുള്ളത്. ഇൻഡോറിലായിരുന്നു ഇവർ സ്ഥിരതാമസം. അതുകൊണ്ട് തന്നെ ഇൻഡോറിൽ നിന്നൊക്കെയുള്ള ആളുകൾ, ഇവരുടെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണി എന്ന് നിശ്ചയിച്ചിരുന്ന സംസ്കാരം അല്പം കൂടി വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് 6 പേർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യ നില സംബന്ധിച്ച് വിലയിരുത്താൻ 10 മണിക്ക്, ഇന്ന് രാവിലെ 10 മണിക്കും അതിനുശേഷം 3 മണിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഓരോ വിഭാഗത്തിൽ നിന്നുള്ള 10 വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ള സംഘമാണ് ഈ മെഡിക്കൽ ബോർഡിലുള്ളത്. ഇവരുടെ യോഗം ഇന്ന് അല്പസമയത്തിനകം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേരും. മാത്രമല്ല, ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ്റെ ഒരു സേവനം ഈ അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ ഇന്നലെ ഈ കുട്ടികളെ പരിശോധിച്ചിരുന്നു. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഒരാളുള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ 2 പേരുടെ നില ഗുരുതരമായും തുടരുകയാണ്. പോലീസ് KSRTC ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ മാറ്റം വരുത്തുമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളും അപകട സ്ഥലത്തെ ദൃക്സാക്ഷികളുടെ മൊഴിയുമൊക്കെ ശേഖരിച്ച ശേഷം ഈ KSRTC ഡ്രൈവർക്കെതിരെ അപകടമുണ്ടാക്കിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ RTO ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപകടം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് മഴയായിരുന്നു. കാഴ്ച വ്യക്തമായില്ല. റോഡിൽ മഴ പെയ്ത വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് തെന്നി ഉണ്ടായ അപകടം. മാത്രമല്ല, ഈ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് 5 മാസം മാത്രമേ ആയുള്ളൂ ലൈസൻസ് ഉണ്ടായിട്ട്. ഈ വിദ്യാർത്ഥിയുടെ ഒരു പരിചയക്കുറവ്, വണ്ടി ഓടിക്കുന്നതിനുള്ള പരിചയക്കുറവ്, ഡ്രൈവിങ്ങിലുള്ള പരിചയക്കുറവ്, ഇതൊക്കെയാണ് RTO ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുമുള്ളത്. എന്തായാലും ഈ അപകടത്തിൽ മരിച്ച ഇവരുടെ മൃതദേഹം ഇന്നലെ 3 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചിരുന്നു. ഇന്ന് 2 പേരുടെ സംസ്കാരം കൂടി നടക്കുകയാണ്. ആലപ്പുഴ കാവാലത്ത് ആയുഷ് ഷാജിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കാവാലത്തെ കുടുംബ വീട്ടിൽ സംസ്കരിക്കും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ കോട്ടയത്ത് ദേവനന്ദന്റെ സംസ്കാരവും ഇന്ന് ഉച്ചയോടുകൂടി നടക്കും. അനു.